ഭിന്നശേഷിക്കാരെയും ആജീവനാന്തം സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത് വിദേശത്ത് കടത്തുന്ന വൃദ്ധസദന നടത്തിപ്പുകാരൻ ഒടുവിൽ പിടിയിൽ. തൊടുപുഴ കാളിയാർ മേടക്കൽ വീട്ടിൽ ജീവൻ തോമസ് ആണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പോലീസിന്റെ പിടിയിലായത്. അയർലൻഡിൽ നിന്ന് കുടുംബസമേതം മടങ്ങിയെത്തിയ ഇയാളെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. തൊടുപുഴയ്ക്ക് സമീപമുള്ള മുതലക്കോടം കേന്ദ്രീകരിച്ച് എൽഡർ ഗാർഡൻ ഓൾഡ് ഏജ് ഹോം എന്ന പേരിൽ ഒരു വൃദ്ധസദനം പ്രവർത്തനം ആരംഭിച്ചത് വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും ഏറെ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. ആജീവനാന്തം സുരക്ഷിതമായ താമസവും മികച്ച പരിചരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സമൂഹത്തിൽ മാന്യമായൊരു ഇടം നേടിയെടുക്കുന്നതിൽ വിജയിച്ചു. ജീവൻ തോമസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ വളരെ ആസൂത്രിതമായിട്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പ്രായമായവരെയും സംരക്ഷണം ആവശ്യമുള്ളവരെയും ആകർഷിക്കാൻ പാകത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ മെനഞ്ഞ ഇയാൾ ഓരോ അന്തേവാസികളിൽ നിന്നും 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ലൈഫ് ടൈം കെയർ എന്ന പേരിൽ വലിയൊരു തുക മുൻകൂറായി കൈക്കലാക്കിയത്. പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ കാര്യക്ഷമമായും സുഗമമായും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി എൽഡർ ഗാർഡൻ കാണപ്പെട്ടിരുന്നുവെങ്കിലും ഇതിന്റെ മറവിൽ വലിയൊരു തട്ടിപ്പാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്നത് ആരും തിരിച്ചറിഞ്ഞില്ല. മതിയായ സർക്കാർ അംഗീകാരങ്ങളോ വൃദ്ധസദനം നടത്തുന്നതിനാവശ്യമായ നിയമപരമായ ലൈസൻസോ ഈ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് വളരെ ഭദ്രമായി കാര്യങ്ങൾ കൊണ്ടുപോയ ജീവൻ തോമസ് അന്തേവാസികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ 2025 തുടക്കത്തിൽ തന്നെ അയർലൻഡിലേക്ക് കടക്കുകയായിരുന്നു. ഇതോടെ വലിയ പ്രതീക്ഷകളുമായി ഈ വൃദ്ധസദനത്തിലെത്തിയ നിരപരാധികളായ വയോധികരും ഭിന്നശേഷിക്കാരും പെരുവഴിയിലാവുകയും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് അവരെ കടുത്ത മാനസികവും ശാരീരികവുമായ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. നടത്തിപ്പുകാരൻ വിദേശത്തേക്ക് കടന്നതോടെ വൃദ്ധസദനത്തിന്റെ പ്രവർത്തനം താളം തെറ്റി. പണം നൽകി എത്തിയ വയോധികരും ഭിന്നശേഷിക്കാരും ഭക്ഷണത്തിനും ചികിത്സയ്ക്കും പരിചരണത്തിനും വകയില്ലാതെ കടുത്ത ദുരിതത്തിലായി. ശുശ്രൂഷിക്കാൻ ആളില്ലാതെയും മരുന്നുകൾ ലഭിക്കാതെയും അന്തേവാസികൾ നരകതുല്യമായ ജീവിതമാണ് നയിച്ചത്. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മതിയായ രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പോലീസും നഗരസഭയും ഇടപെട്ടാണ് അന്തേവാസികളെ സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറ്റിയത്. തന്റെ തട്ടിപ്പുകൾ പൂർത്തിയായതോടെ ജീവൻ തോമസ് വിദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. ഇയാൾക്കെതിരെ വിശ്വാസവഞ്ചന, ചതി, സ്വത്ത് തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതി വിദേശത്തായതിനാൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ശനിയാഴ്ച അയർലൻഡിൽ നിന്ന് കുടുംബത്തോടൊപ്പം ബംഗളൂരു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ജീവൻ തോമസിനെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. വിവരം ഉടൻ തന്നെ തൊടുപുഴ പോലീസിന് കൈമാറി. തൊടുപുഴയിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം ബംഗളൂരുവിൽ എത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പാലക്കാടും സമാനമായ രീതിയിൽ സൗപർണിക ഓൾഡ് ഏജ് ഹോം എന്ന പേരിൽ ഇയാൾ വൃദ്ധസദനം നടത്തിയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈസൻസും രേഖകളും ഇല്ലാത്തതിനെ തുടർന്ന് ആ സ്ഥാപനം അധികൃതർ നേരത്തെ പൂട്ടിച്ചിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെയെല്ലാം ഇയാൾ തൊടുപുഴയിലെ കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ഇയാളുടെ തട്ടിപ്പുകൾക്ക് ഇരയായ കൂടുതൽ ആളുകളും പരാതിയുമായി മുന്നോട്ട് വന്നേക്കുമെന്നാണ് സൂചന. ജീവൻ തോമസിന്റെ അറസ്റ്റ് ഇരകളായ കുടുംബങ്ങൾക്കും അന്തേവാസികൾക്കും വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടും അനായാസം വിദേശത്തേക്ക് കടക്കാൻ സാധിച്ചത് നിയമപാലകരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ തട്ടിപ്പുകൾ വെളിച്ചത്ത് വരുമെന്നും കൂടുതൽ പേർക്ക് നീതി ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. സമൂഹത്തിൽ അശരണരായ വയോധികരെ സംരക്ഷിക്കാൻ എന്ന വ്യാജേന ഇറങ്ങുന്ന ഇത്തരം തട്ടിപ്പുകാരുടെ ചതിയിൽ വീഴാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും ഏതൊരു സ്ഥാപനത്തിന്റെയും അംഗീകാരങ്ങളും രേഖകളും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം ഇത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ കർശനമായ മുന്നറിയിപ്പ് നൽകുന്നു. ഈ കേസിൽ ഇനിയും കൂടുതൽ പരാതികൾ ഉയർന്നു വരാൻ സാധ്യതയുള്ളതിനാൽ സമഗ്രമായ അന്വേഷണത്തിനാണ് തൊടുപുഴ പോലീസ് തുടക്കമിട്ടിരിക്കുന്നത്.